നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വോട്ടെടുപ്പ് സുഗമമാക്കാൻ തൃശൂർ റൂറൽ ജില്ലയിൽ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളുമായി പോലീസ്. സുരക്ഷാ ചുമതലകൾക്കായി കേന്ദ്രസേനയും. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ റൂറൽ ജില്ലയിലെ 19 പോലീസ് സ്റ്റേഷൻ പരിധികളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിനകം പൂർത്തിയായി. 8 നിയമസഭാ മണ്ഡലങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന എല്ലാ ബൂത്തുകളിലും നിർഭയമായും സുരക്ഷിതമായും സമ്മതിദാനാവകാശം വിനിയോഗിക്കാനുള്ള എല്ലാ സൌകര്യങ്ങളും റൂറൽ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ദിനം, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപന ദിനം എന്നിവയ്ക്കായി പ്രത്യേകം സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടപടികൾ നിരീക്ഷിക്കാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പ്രത്യേക സംഘവുമുണ്ടാകും. ജില്ലയിൽ നിലവിലെ 3 പോലീസ് സബ് ഡിവിഷനുകളായ ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, ചാലക്കുടി എന്നിവയ്ക്ക് പുറമെ തെരഞ്ഞെടുപ്പ് സുരക്ഷയുടെ ഭാഗമായി പുതുക്കാട്, വാടാനപ്പള്ളി, ചേർപ്പ് എന്നീ സബ് ഡിവിഷനുകൾ കൂടി താൽക്കാലികമായി രൂപീകരിച്ചു. സുരക്ഷാ നടപടികൾ എളുപ്പത്തിലും വേഗത്തിലുമാക്കുവാനാണ് ഇത്തരത്തിൽ വിഭജനം നടത്തിയത്. ഫലത്തിൽ 6 സബ് ഡിവിഷനുകളിലായാണ് പോലീസ് സുരക്ഷ ഏകോപിപ്പിച്ചിട്ടുള്ളത്. ഗ്രൂപ്പ് പട്രോളിംഗ് ടീമുകൾ ജില്ലയിൽ ഉടനീളം നിരീക്ഷണം നടത്തും. സംഘർഷം, തർക്കം, മറ്റ് പ്രശ്നങ്ങൾ എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടി ഉടൻ തന്നെയുണ്ടാകും. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാനായി ജില്ലാ പോലീസ് മേധാവിയുടെ സ്ട്രൈക്കിംഗ് ഫോഴ്സിനെയും സജ്ജമാക്കി. സൈബർ ഓപ്പറേഷൻസ് വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരം ജില്ലയിലുടനീളം വ്യാപകമായി ഡ്രോൺ ക്യാമറ നിരീക്ഷണമുണ്ടാകും. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നടക്കുന്ന മെയ് 4 വരെ ജില്ല അതീവ സുരക്ഷയിലാണ്. വോട്ട് ചെയ്യാനെത്തുന്നവരെ തടയുകയോ പോളിംഗ് സ്റ്റേഷൻ പ്രവർത്തനങ്ങൾക്കും പരിശോധനകൾക്കും തടസ്സം നിൽക്കുകയോ ചെയ്താൽ കർശന നടപടിയെടുക്കും. ജില്ലയിലെ സമാധാനാന്തരീക്ഷവും മതസൌഹാർദ്ദവും തെരഞ്ഞെടുപ്പ് വേളയിലും നിലനിർത്താൻ ഏവരും സഹകരിക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ അഭ്യർത്ഥിച്ചു. തിരക്കുണ്ടായാലും വോട്ടർമാർക്ക് വരിവരിയായി വോട്ട് ചെയ്യാനുള്ള സജ്ജീകരണം എല്ലാ ബൂത്തുകളിലും ഒരുക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്താനോ ക്രമസമാധാന നില തകർക്കാനോ ശ്രമിക്കുന്നവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുക്കും. വ്യാജപ്രചാരണം നടത്തുന്നവർ, വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുന്നവർ എന്നിവരെ നിരീക്ഷിക്കാൻ രഹസ്യാന്വേഷണ വിഭാഗവും പ്രവർത്തിക്കുന്നതാണ്. സമാധാനപരമായ വോട്ടെടുപ്പിന് വിഘാതം നിൽക്കുന്നവരെ ഉടനടി അറസ്റ്റ് ചെയ്തു നീക്കും.